Hi dears, welcome to Every BCom online class. Today we are discussing last unit of Principles of Marketing. BCOE 141 Principles of Marketing ile 20ാമത്തെ യൂണിറ്റ് ആണ് എമർജിംഗ് ഇഷ്യൂസ് ഇൻ മാർക്കറ്റിംഗ് സെക്കൻഡ് പോർഷൻ. 19th നമ്മൾ ഇത് തന്നെയാണ് പഠിച്ചത്, എമർജിംഗ് ഇഷ്യൂസ്. അതിന്റെ തുടർച്ചയായിട്ടുള്ള അതിന്റെ സെക്കൻഡ് പോർഷൻ ആണ് ഈ യൂണിറ്റ് 20ൽ നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഈ IT റെവല്യൂഷൻ, നമ്മൾ ഈ വിവര സാങ്കേതിക വിദ്യയിലുണ്ടായ ആ ഒരു വിപ്ലവം, അതേപോലെ തന്നെ കൊറോണ ഒരു പാൻഡമിക് ഡിസീസ് വന്നു അല്ലേ, അതിൻ്റെ ഒക്കെ ശേഷം ലോകത്തിലെ എല്ലാ കാര്യങ്ങളിലും IT റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കുതിച്ചു ചാട്ടമാണ് ഉണ്ടായത് നമുക്ക് പറയാം. വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും മാർക്കറ്റിംഗ് ഫീൽഡിലാണെങ്കിലും ഹോസ്പിറ്റൽ മേഖലയിലാണെങ്കിലും എല്ലാം ഒരുപാട് ടൂൾസ് ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടിയും അല്ലാതെയുമായിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജിയുടെ യൂട്ടിലൈസേഷൻ ആണ് എല്ലാ മേഖലകളിലും കാണുന്നത്. അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മളുടെ മാർക്കറ്റിംഗ് ഫീൽഡിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എമർജിംഗ് ഇഷ്യൂസിൽ നമ്മളിപ്പോൾ ഈ IT റിലേറ്റഡ് ആയി വരുന്ന ടൂൾസ് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന മോഡേൺ ടെക്നിക്സ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഫേസ് ടു ഫേസ് മാർക്കറ്റിംഗ് ഉണ്ട്, ഇന്റേണൽ മാർക്കറ്റിംഗ് ഉണ്ട്, നമ്മൾ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ഒക്കെ പറഞ്ഞിരുന്നു. അതേപോലെ ലൊക്കേഷൻ ബേസ്ഡ് മാർക്കറ്റിംഗ് ഉണ്ട്. അങ്ങനെ ഓരോ രീതിയിൽ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്, കുറേ ടെക്നിക്സ് നമ്മൾ മോഡേൺ ടൂൾസ് ആയിട്ട് അല്ലെങ്കിൽ മോഡേൺ ഇംപ്ലിമെന്റേഷൻസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഓഗ്മെന്റഡ് ആൻഡ് വെർച്വൽ റിയാലിറ്റി മാർക്കറ്റിംഗ്, അങ്ങനെ ഒരുപാട് മെത്തേഡുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായി ആളുകൾ ഇപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് മോഡേൺ ട്രെൻഡ്സിലുള്ള മാർക്കറ്റിംഗ് ആണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യമായി പഠിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള ഒരു മേഖലയാണ്. ഇപ്പോൾ നമുക്കറിയാം ഓരോ സ്ഥാപനങ്ങളും അവരുടെ വിദ്യാഭ്യാസ ഓഫറിങ്സിൽ ഏതൊക്കെ കോഴ്സുകളാണ് ഓഫർ ചെയ്യുന്നതെന്ന് കാണുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ വിഷ്വൽ ഡിസൈനിങ് ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഡിജിറ്റൽ യൂണിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പോൾ ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടിയും അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ അല്ലാതെയും TV, റേഡിയോ, സാറ്റലൈറ്റ് അങ്ങനെയുള്ളവരുടെയൊക്കെ സഹായത്തോടു കൂടി നമ്മൾ മാർക്കറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റർനെറ്റിന്റെ ഹെൽപ്പോട് കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയും. ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെയാണ് മാർക്കറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നും പറയുന്നു. ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിലാണ് റേഡിയോ, TV, ഫോൺ, ടെലി മാർക്കറ്റിംഗ്, LED ബിൽ ബോർഡ് തുടങ്ങിയ മെത്തേഡുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾക്കറിയാം നമ്മുടെ ഫോണുകളിലേക്ക് ഒരുപാട് കമ്പനികൾ അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും അവരുടെ സർവീസിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയും പുതിയ പുതിയ ഓഫറുകൾ നമ്മളെ അറിയിപ്പിക്കാൻ വേണ്ടിയും നമ്മുടെ ഫോണുകളിലേക്ക് കോളുകൾ വരാറുണ്ട്. അതേപോലെ തന്നെ ഓരോ കൊറോണയൊക്കെ വന്ന സമയത്ത് നമ്മൾ ഫോൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ആരോഗ്യപരമായ ശീലങ്ങളെ കുറിച്ച് വരെ ഫോണിലൂടെ മെസ്സേജസ് വന്നിരുന്നു. അപ്പോൾ ഓരോ ടെക്നിക്, അതായത് നമ്മൾ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത് ഇപ്പോൾ സ്മാർട്ട് ഫോണാണ്. കൊറോണയൊക്കെ വന്നതിന് ശേഷം കുട്ടികളുടെ ക്ലാസ്സുകൾ കൂടി സൂം മീറ്റിങ്ങിലൂടെയും ഗൂഗിൾ മീറ്റിലൂടെയും ഒക്കെ ആയിരുന്നു ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. അതുപോലെ നമ്മൾ വിക്ടേഴ്സ് ചാനലിലുള്ള ക്ലാസ്സുകളാണ് കുട്ടികൾ കണ്ടിരുന്നത്. അപ്പോൾ സാറ്റലൈറ്റ് സംപ്രേഷണം വഴി അല്ലെങ്കിൽ TV-യിലൂടെയാണ് നമ്മൾക്ക് അത് ലഭിക്കുന്നത്, നമ്മൾ വാച്ച് ചെയ്തിരുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിന് ശേഷം എല്ലാ കാര്യങ്ങളും എല്ലാ വ്യക്തികളുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട് എന്നുള്ള സിറ്റുവേഷനാണ്. നമ്മുടെ വീടുകളിലാണെങ്കിൽ രക്ഷിതാക്കളുടെ കയ്യിലുണ്ടാവും, അതുപോലെ കുട്ടികളുടെ കയ്യിലും ഓരോ എണ്ണം ഉണ്ടാവും. ആ രീതിയിലുള്ള സ്മാർട്ട് ഫോണിന്റെ പ്രചാരവും എല്ലാം നമ്മളുടെ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കൂടുതലായിട്ടും വളരാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ LED ബോർഡ് ഡിസ്പ്ലേകൾ, അതായത് പബ്ലിക് പ്ലേസുകളിലൊക്കെ ഇപ്പോൾ നമ്മളുടെ കമ്പനികളെ കുറിച്ചും അവർ ഓഫർ ചെയ്യുന്ന സർവീസുകളെ കുറിച്ചും നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും എല്ലാ പരസ്യങ്ങൾ ഇടാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ അതിലൂടെ ആ LED ഡിസ്പ്ലേയിലൂടെ അത് കാണുന്ന എല്ലാവർക്കും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓഫ്ലൈൻ ഡിജിറ്റൽ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് മാർക്കറ്റിംഗ് കണ്ടക്ട് ചെയ്യാം. ദെൻ ഓൺലൈൻ ഡിജിറ്റൽ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട്, ഓൺലൈൻ എന്ന് പറയുമ്പോൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇന്റർനെറ്റ് കണക്ഷൻ, നെറ്റ്വർക്കിലൂടെ കണക്റ്റഡ് ആയ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ടും അതേപോലെ തന്നെ നെറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾക്ക് കാണാൻ കഴിയുന്ന സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെബ്സൈറ്റ്, ലോഗോസ്, ഐക്കൺസ്, വീഡിയോ അഡ്വർടൈസ്മെന്റുകൾ, പ്രൊഡക്റ്റ് ഡെമോൺസ്ട്രേഷൻ, പ്രൊഡക്റ്റ് ഓർ സർവീസ് ഇമേജസ്,
e-contents, blogs, books, testimonials, reviews of the purchase or use, സോഷ്യൽ മീഡിയ പേജസ്, ഇപ്പോൾ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം എല്ലാം നമ്മൾക്ക് അറിയുന്നതാണ്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കണ്ടക്ട് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന, പ്രധാനമായും ഉപയോഗിക്കുന്ന കുറച്ച് ടൂൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമ്മൾ പറഞ്ഞു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇന്റർനെറ്റും ഉണ്ട്, വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ട്. അപ്പോൾ അതിൽ ഒന്നാമതായി പറയുന്നത് സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ. ഒരുപാട് ടൂൾസ് ഉണ്ട്. SEO, PPC, SEM, പെയ്ഡ് സോഷ്യൽ മീഡിയ അഡ്വർടൈസിംഗ്, കണ്ടന്റ് മാർക്കറ്റിംഗ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ടൂൾസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യമായി ഉപയോഗിക്കുന്നത് സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ ആണ്. സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇന്റർനെറ്റിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുകളിലായി വരുന്ന, അങ്ങനെ പോപ്പ് ചെയ്ത് വരുന്ന ചില പ്രോഡക്റ്റുകളുണ്ട്. അപ്പോൾ ആ രീതിയിൽ സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് ആൻഡ് മാനേജിങ് കണ്ടന്റ് in a way that it appears among the top few on the internet when someone is searching on internet. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കണ്ടന്റ് ഏറ്റവും മുകളിലായി വരുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തു വെക്കാം, അതിനെ പ്രോഗ്രാം ചെയ്തു വെക്കാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റേഴ്സ് എന്ത് ചെയ്യും? ഏറ്റവും നല്ല പോപ്പുലർ ആയിട്ടുള്ള കീവേഡ്സ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ക്വാണ്ടിറ്റി ആ വെബ്സൈറ്റിൽ വരുന്ന ആ ട്രാഫിക്, അവിടെയുള്ള ആ കണ്ടന്റുകളുടെ ക്വാണ്ടിറ്റി ഇതിനെല്ലാം എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു. SEO മാനേജ് ചെയ്യുന്നു. ദെൻ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസീവ് ടൂൾ. നമുക്ക് നന്നായി കോസ്റ്റ് ഇൻകർ ചെയ്യും. പക്ഷെ ആരെങ്കിലും ആ റിലേറ്റഡ് പ്രോഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുകളിലായി നമ്മുടെ കണ്ടന്റ് വരുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ വരുന്നത് PPC ആണ്. PPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേ പെർ ക്ലിക്ക്. നമ്മളിപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ സർവീസിനെ കുറിച്ചോ എന്തെങ്കിലും ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഇന്റർനെറ്റിൽ ഇപ്പോൾ ഒരു പേജ് തുറന്ന് നോക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ അഡ്വർടൈസ്മെന്റ് കിടക്കുന്നുണ്ടാവും. അത് ആരെങ്കിലും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മാർക്കറ്റർ ഇവർക്ക് പൈസ കൊടുക്കണം. ആ രീതിയിൽ പേ പെർ ക്ലിക്ക്, അതായത് അവർ വ്യൂ ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് അന്വേഷിക്കും, നമുക്ക് പ്രൊഡക്റ്റിന്റെ സെയിൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഡിമാൻഡ് കൂടും, നമുക്ക് വരുമാനം കൂടുകയാണ്. പക്ഷെ ഓരോ ക്ലിക്ക്, ആ അഡ്വർടൈസ്മെന്റ് ഒരാൾ ഒരു ക്ലിക്ക് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? പേയ്മെന്റ് കൊടുക്കണം. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ഗൂഗിൾ, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള പോപ്പുലർ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ നമ്മൾ അഡ്വർടൈസിങ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ആൾ ആ അഡ്വർടൈസ്മെന്റുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റർ എന്ത് ചെയ്യണം? ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് പേയ്മെന്റ് കൊടുക്കണം. ദെൻ അതേപോലെ അടുത്തതായി പറയുന്നത് SEM ആണ്, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ വെബ്സൈറ്റിൽ നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ആ കണ്ടന്റിൻ്റെ വിസിബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. അതായത് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് സ്റ്റൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആ സെർച്ച് എഞ്ചിനിലെ വെബ്സൈറ്റിൽ നമ്മൾക്ക് അതിൻ്റെ വിസിബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ദെൻ പെയ്ഡ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ പറയില്ലേ പേ പെർ ക്ലിക്ക്, ഒരു ക്ലിക്കിന് നമ്മൾ പേയ്മെന്റ് കൊടുക്കണം. അതേപോലെ സോഷ്യൽ മീഡിയയിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? നമ്മൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയ മെത്തേഡ് ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള അഡ്വർടൈസ്മെന്റുകൾ കൊടുക്കാം. ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാവർക്കും അറിയുന്നതാണ്, ചെറിയ കുട്ടികൾക്ക് പോലും അറിയുന്നുണ്ട്. അപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിലും സ്നാപ്ചാറ്റ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അതിലെല്ലാം നമ്മളുടെ അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യുന്നതിന് അത് അവരുടെ ഓരോ സ്കീമിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ഉപയോഗിക്കാം. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ അഡ്വർടൈസ്മെന്റ് എത്താണ്, മാസ് കവറേജ് ആണ് വരുന്നത്. പക്ഷെ ഇറ്റ് ഇൻവോൾവ്സ് കോസ്റ്റ്. ദെൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, നമ്മളിപ്പോൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. പിന്നീട് വരുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റിംഗ് നടത്താം.
സ്വന്തമായി വെബ് പേജുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മളുടെ പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ എന്തൊക്കെയാണോ നമ്മൾ ഓഫർ ചെയ്യുന്നത് അതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ആ പേജിൽ കൊടുക്കുന്നു. അപ്പോൾ അതിന് നമുക്ക് ചെലവ് വല്ലാതെ വരില്ല. പെയ്ഡ് അഡ്വർടൈസിങ് പോലെയല്ല. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അത് ഓരോ ആളുകളും കാണുമ്പോൾ അവർ ആ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഓർഡർ ചെയ്യും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത, അതിനുവേണ്ടി നമുക്ക് പ്രത്യേക പൈസ ചെലവാകുന്നില്ല. പക്ഷെ അതിൻ്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് ആ സൈറ്റിൽ കയറുന്ന ആളുകൾ മാത്രമേ അത് കാണുകയുള്ളൂ. അതല്ലാതെ മറ്റ് പെയ്ഡ് സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെന്റിലൊക്കെ ചെയ്യുന്നത് പോലെ ഓരോ ആളുകളും അതിൽ യൂസ് ചെയ്യുന്ന എല്ലാവരും കാണുന്ന രീതിയിലുള്ള ഒരു മെത്തേഡ് അല്ല സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഏതാ? കണ്ടന്റ് മാർക്കറ്റിംഗ് ആണ്. ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കുറിച്ച് നമുക്കിപ്പോൾ അറിയാവുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളുടെ സർവീസിനെ കുറിച്ച് കസ്റ്റമേഴ്സിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ റീച്ച് ചെയ്യുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ രൂപീകരിക്കാം. എന്നിട്ട് അതെന്ത് ചെയ്യാം? അവരിലേക്ക് എത്തിക്കുക. ഇലക്ട്രോണിക് കണ്ടന്റ്സ് റിസീവറിലേക്ക് എത്തിക്കുക. അപ്പോൾ അതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നുണ്ട് ഇ ബുക്സ്. അതിനെ നമ്മൾ ബുക്സ് എന്നാണ് വിളിക്കുന്നത്. ഇ ബുക്സ്, വീഡിയോസ്, പോസ്റ്റ്, ബ്ലോഗ്, ഇമേജ്, ഇതെല്ലാം ഈ കണ്ടന്റ് ക്രിയേഷൻ ആൻഡ് സർവീസിങ്ങിന് ഉദാഹരണമാണ്. അപ്പോൾ പ്രൊഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ കണ്ടന്റ് ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വീഡിയോസൊക്കെ ആളുകളിലേക്ക് എത്തിക്കുന്നു. പിന്നെ വരുന്നത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു രീതിയായിരിക്കും ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും പരിചയമുള്ള ആളുകളെ കൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് റെഫർ ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവരോട് പറയാൻ പറയാം. അവരതാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, സർവീസിൻ്റെ ക്വാളിറ്റി എന്തൊക്കെയാണ് എന്ന് ആ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യിക്കാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഇൻഫ്ലുവൻസറെ ഫോളോ ചെയ്യുന്ന എല്ലാവരും, അവരുടെ വീഡിയോസ് കാണുന്ന, ഷോർട്സ് കാണുന്ന എല്ലാവരും ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അവർക്ക് ആ വിവരം കിട്ടുന്നു. അങ്ങനെ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് മാർക്കറ്റിംഗ് കണ്ടക്ട് ചെയ്യാം. പിന്നെ വരുന്നത് ഇമെയിൽ മാർക്കറ്റിംഗ് ആണ്. നമ്മൾ എന്ത് ചെയ്യുക? പേഴ്സണലൈസ്ഡ് മെസ്സേജസ് പോലെ ഇലക്ട്രോണിക് മെയിൽ സർവീസ് ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റിംഗ് കണ്ടക്ട് ചെയ്യാം. ദെൻ ഇതിനൊക്കെ പുറമെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ദെൻ കോസ്റ്റ് പെർ ക്ലിക്ക്, ബ്ലോഗിംഗ്, സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ്, കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസേഷൻ CRO എന്ന് പറയുന്നു, ദെൻ ബാക്ക്ലിങ്ക്സ്, നേറ്റീവ് അഡ്വർടൈസ്മെന്റ്, അങ്ങനെ ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് ഉണ്ട്. അപ്പോൾ ഈ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റേഴ്സ് എന്ത് ചെയ്യുന്നു? എക്സ്റ്റേണൽ വെബ്സൈറ്റുകളുമായി അല്ലെങ്കിൽ ഏജൻസുമായി ഒരു ഡീലിലെത്തുന്നു. അവരുമായിട്ടൊരു എഗ്രിമെന്റിൽ വെക്കുകയാണ്. എന്തിനു വേണ്ടി? ടു പ്രൊമോട്ട് ദയർ മാർക്കറ്റിംഗ് ഓഫറിങ്സ്. അവിടെ മാർക്കറ്റേഴ്സ് എന്ത് ചെയ്യുന്നു? മാർക്കറ്റേഴ്സ് യൂസ് ദയർ റെഫറൽസ്. ഇറ്റ് ഈസ് കോൾഡ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അപ്പോൾ എക്സ്റ്റേണൽ വെബ്സൈറ്റുമായോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഏജൻസുമായോ ഒരു ഡീലിങ്ങിലെത്താണ്. എന്തിനു വേണ്ടി? ടു പ്രൊമോട്ട് ദയർ മാർക്കറ്റ് ഓഫറിങ്സ്. അതിനെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരുപാട് ടൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ടൂൾസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ ഒരുപാട് അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട്. അഡ്വാൻറ്റേജ് പറയുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് പറയാൻ പറ്റും വൈഡ് കവറേജ് ആണ്. സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുമ്പോൾ എത്രയോ ആളുകൾ കാണുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് ആളുകളിലേക്ക് ലെസ് എഫേർട്ടിലൂടെ എത്തുന്നു. റീച്ച് ടു മാസ് വിത്ത് ലെസ് എഫേർട്ട്, അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. പിന്നെ പറയുന്നത് റിസൾട്ട്സ് നമ്മൾക്ക് ട്രാക്ക് ചെയ്യാം. വെബ് അനാലിറ്റിക്സിലൂടെയും മറ്റു ടൂൾസും ഒക്കെ ഉപയോഗിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ റിസൾട്ട്സ് ട്രാക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. Then marketer can analyze efforts are effective or not. നമ്മൾ ഈ എടുത്ത എഫേർട്സിനൊക്കെ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് നമ്മൾക്ക് നോക്കാൻ കഴിയും. പിന്നെ ഡാറ്റ അനലിറ്റിക്സ് ചെയ്തതിലൂടെ നമ്മൾക്ക് പേഴ്സണലൈസ് ചെയ്യാം. അവരുടെ മാർക്കറ്റിംഗ് ഓഫറിങ്സും പ്രൊമോഷണൽ ക്യാമ്പയിൻസും ഒക്കെ ഏറ്റവും നല്ല കസ്റ്റമേഴ്സിനെ, നമ്മുടെ പ്രിഫറബിൾ കസ്റ്റമേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്തിട്ട് പേഴ്സണലൈസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ദെൻ ബിൽഡിംഗ് ആൻഡ് മാനേജിങ് റിലേഷൻഷിപ്പ്. കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ റിലേഷൻഷിപ്പ് മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ അതിനൊക്കെയുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇമെയിൽ മാർക്കറ്റിംഗ് ഒക്കെ പറഞ്ഞു.
പിന്നെ അതേപോലെ തന്നെ ഇന്നത്തെ കാലത്ത് എല്ലാത്തിലും AI ആണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ അതും നമ്മൾക്ക് നന്നായി ഉപയോഗിക്കാൻ ഈ മേഖലയിൽ കഴിയും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻസ് ഒന്നും നമ്മൾ ഇപ്പോൾ 1-2 മെത്തേഡുകൾ പറയുമ്പോൾ തന്നെ പറഞ്ഞതാണ്. ഇറ്റ് ഈസ് എക്സ്പെൻസീവ്, നല്ല ചിലവ് കൂടിയ ഒരു ടെക്നിക്കാണ്. പിന്നെ അതേപോലെ തന്നെ സ്കിൽഡ് ആൻഡ് ട്രെയിൻഡ് പേഴ്സണൽസ് വേണം. ഇത് കൃത്യമായി ചെയ്യാൻ അറിയുന്ന, ആ കോഴ്സ് പഠിച്ച അല്ലെങ്കിൽ അത് ചെയ്യാൻ അറിയാവുന്ന ആളുകളെ നമ്മൾ സ്റ്റാഫായി വെക്കേണ്ടി വരും. അതേപോലെ തന്നെ അതിൻ്റെ കണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിലും ഇങ്ങനെയുള്ള സ്കിൽഡ് ആളുകളെ നമ്മൾ ഹയർ ചെയ്ത് വെക്കുന്ന സമയത്ത് അവർക്ക് നല്ല പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അതേപോലെ ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഇതാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഹൈ കോമ്പറ്റീഷനാണ്. അപ്പോൾ ഏറ്റവും നന്നായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കൈകാര്യം ചെയ്യാൻ കഴിയുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ നല്ല റിസൾട്ടുകൾ കിട്ടുന്നത്. പിന്നെ ദർ ആർ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഇഷ്യൂസ്. ഒരുപാട് പ്രൈവസി ഇഷ്യൂസ് ഒക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ കൃത്യമായ സെക്യൂരിറ്റി മെഷേഴ്സ് എടുത്തിരിക്കണം. ദെൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വരുന്നതാണ് ബാഡ് ഇംപ്രഷൻ ക്യാൻ സ്പ്രെഡ് ലൈക്ക് ഫയർ. അതായത് ഒരാൾ ഇതിനെക്കുറിച്ച് നെഗറ്റീവ് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള ഒരു സ്പ്രെഡിങ് വരും. ബാഡ് കമൻസിൻ്റെ പേഴ്സണലൈസ്ഡ് ആയി വരുന്ന സമയത്ത് ഒരാൾ പറയുന്നത് വേറൊരാളെ അറിയില്ല. പക്ഷേ ഈ ഷോർട്സിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ഇട്ട വീഡിയോസിൻ്റെ അടിയിൽ ഇഷ്ടംപോലെ കമൻറ്റുകൾ ഇടാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഗുണത്തോടൊപ്പം തന്നെ ദോഷവുമുണ്ട്. എങ്കിൽ കൂടിയും ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മോഡേൺ മാർക്കറ്റിംഗ് ടെക്നിക്കാണ് ഡിജിറ്റൽ ഫേസ് ടു ഫേസ് മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ശേഷം നമ്മൾ അതേപോലെ അഡോപ്റ്റ് ചെയ്യുന്ന വേറൊരു മെത്തേഡാണ് ഫേസ് ടു ഫേസ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ F2F. F2F മാർക്കറ്റിങ്ങിൽ 2 ടൈപ്പ് നമ്മൾക്ക് അഡോപ്റ്റ് ചെയ്യാം. ഫോർമൽ F2F ഉണ്ട്, ഇൻഫോർമൽ F2F ഉണ്ട്. ഫോർമൽ F2F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി ഷെഡ്യൂൾ ചെയ്തുകൊണ്ടുള്ള മീറ്റിങ്ങുകളായിരിക്കും, പ്ലാൻഡ് മീറ്റിംഗ്സ് ആയിരിക്കും. കൃത്യമായി നമ്മുടെ പ്രൊഡക്ട്സിനെ കുറിച്ചും സർവീസിനെ കുറിച്ചുമൊക്കെ അതിൻ്റെ ബയേഴ്സിനോട് നമ്മൾ കൃത്യമായ ഒരു മീറ്റിംഗ് ഒക്കെ വെച്ച് അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ് എന്നുള്ളത്. ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ്, നേരിട്ടിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാം, അത് ക്ലിയർ ചെയ്യാം. ആ പ്രൊഡക്റ്റിനെ കുറിച്ചോ അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചോ യൂസേജിനെ കുറിച്ചോ ഏത് രീതിയിലുള്ള പരാതികളാണെങ്കിലും സംശയങ്ങളാണെങ്കിലും കൃത്യമായി കണ്ടറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ചോദിച്ചുകൊണ്ട് ഇവർക്ക് മനസ്സിലാക്കാം. അവിടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ടച്ച് ആൻഡ് ഫീൽ ഉണ്ട്. അവിടെ ആ പ്രോഡക്റ്റ് അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു. അല്ലെങ്കിൽ ആ സർവീസിനെ കുറിച്ചിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ അവർക്ക് നേരിട്ട് കണ്ട് അത് നൽകുന്ന ആളോട് തന്നെ അതിനെക്കുറിച്ചിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാൻ കഴിയും. അത് പ്രീ പ്ലാൻ ചെയ്ത് നടത്തുമ്പോഴാണ് അത് ഫോർമൽ ഫേസ് ടു ഫേസ് മാർക്കറ്റിംഗ് ആയി മാറുന്നത്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്യാതെ ഒക്കേഷണലി നമ്മൾക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മളുടെ സർവീസിനെ കുറിച്ചോ എക്സ്പ്ലെയിൻ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഇൻഫോർമൽ ഫേസ് ടു ഫേസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വ്യക്തി ഒരു മോൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ ഒരു ഷോപ്പിലേക്ക് ചെല്ലുന്നു. അപ്പോൾ അവിടെ അവർ നൽകിയിട്ടുള്ള ആ പ്രോഡക്റ്റുകളൊക്കെ തിരഞ്ഞെടുത്ത് നമ്മൾക്ക് വേണ്ട പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാണ്. അപ്പോൾ ആ ഷോപ്പ് കീപ്പർ അവരുടെ ആ കോൺവെർസേഷൻ്റെ ഇടയിൽ യാദൃശ്ചികമായി ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ജോലി? അങ്ങനെ ചോദിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇയാൾ ഒരു ആൻറ്റീക് പ്രോഡക്റ്റിൻ്റെ സെയിൽസ് നടത്തുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ആദ്യം അദ്ദേഹത്തിൻ്റെ തൊഴിലിനെ കുറിച്ച് പറയും. പിന്നീട് നല്ലൊരു കഴിവുള്ള ഒരു മാർക്കറ്റർ ആണെങ്കിൽ അദ്ദേഹം അവരുടെ പ്രോഡക്റ്റുകളെ കുറിച്ച് പറയും. ആ പ്രോഡക്റ്റിന് ആ കടയിൽ സെയിൽസിൻ്റെ സാധ്യതകളുണ്ടോ എന്ന് കൂടി അന്വേഷിക്കും. അപ്പോൾ അവരുടെ ആ കോൺവെർസേഷണൽ പവർ ഉപയോഗിച്ചുകൊണ്ട് ആ മോളിലത്തെ ആ ഷോപ്പിൽ തന്നെ അവർക്ക് പ്രോഡക്റ്റിന് ചിലപ്പോൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു സൗകര്യം കിട്ടിയെന്നും വരാം. പക്ഷേ ഇതിൽ ഫേസ് ടു ഫേസ് മാർക്കറ്റിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സണൽ എബിലിറ്റി ഓഫ് ദ മാർക്കറ്റർ. ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾക്ക് വിശദീകരിക്കാനും അതുപോലെ തന്നെ അവരോട് എത്രമാത്രം നന്നായാണോ ആശയവിനിമയം നടത്താൻ കഴിയുന്നത് അതിനനുസരിച്ചാണ് ഇതിൻ്റെ സ്കോപ്പ് നമ്മൾക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോൾ ഇൻഫോർമലിയാണ് നമ്മളിപ്പോൾ മോളിൽ കൺസെപ്റ്റ് വന്നത്. ഫോർമൽ ഫേസ് ടു ഫേസ് മാർക്കറ്റിങ്ങിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ബുക്കുകളെക്കുറിച്ച് ബുക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു മാർക്കറ്റർ ആണെന്ന് വിചാരിക്കാം.
അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു കോൺഫറൻസ് കണ്ടക്ട് ചെയ്യാം. ഈ ബുക്ക് ലൈബ്രറി ഉപയോഗിക്കുന്ന ടീച്ചേഴ്സിനെയും കുട്ടികളെയും ഒക്കെ വെച്ചുകൊണ്ട് അതിൽ എത്രമാത്രം ബുക്കുകളാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്, അതിൻ്റെ കണ്ടന്റ് എന്തൊക്കെയാണ്, അവർക്ക് അത് എന്തിനെല്ലാം ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് വിശദമായി അവർക്ക് തന്നെ വിവരിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള കൺവെൻഷൻസോ ഒക്കെ നടത്തിക്കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇൻഫോർമൽ ആൻഡ് ഫോർമൽ രണ്ടും രണ്ട് രീതിയിൽ കൃത്യമായി പ്ലാൻ ചെയ്ത് നടത്തുന്നത് ഫോർമൽ, പ്ലാൻ ചെയ്യാതെ നടത്തുന്നത് ഇൻസിഡൻ്റലായി നടത്തുന്ന മാർക്കറ്റിംഗ്, ഇൻഫോർമൽ ഫേസ് ടു ഫേസ് മാർക്കറ്റിംഗ്. ഇത് ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. കാരണം ആളുകൾക്ക് കൃത്യമായി ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങൾ ലഭിക്കും. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ നമ്മളൊരു പേഴ്സണൽ കമ്പ്യൂട്ടറോ അതായത് ഇപ്പോൾ ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ടാബ്ലറ്റ്സോ നല്ലൊരു മൊബൈൽ ഫോണോ ഒക്കെ വാങ്ങാൻ ചെല്ലുകയാണെങ്കിൽ ആ ഷോപ്പിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് അവിടെ അവൈലബിൾ ആയ എക്സ്പേർട്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾക്ക് ഒരുപാട് വിശദീകരണങ്ങൾ കിട്ടും. അവർ ആദ്യം നമ്മളോട് ചോദിക്കും എന്ത് പ്രൊഡക്റ്റാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഡാറ്റ ഡീറ്റെയിൽസ് പറയാം, അതായത് എന്ത് പ്രൊഡക്റ്റാണ് വേണ്ടത് എന്ന് വ്യക്തമായി അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ അവൈലബിൾ ആയ ഓപ്ഷൻസിനെ കുറിച്ച് അവിടെയുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ടീം നമ്മൾക്ക് പറഞ്ഞു തരും. അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളുള്ള ആളുകൾ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പോൾ നമ്മളുടെ ഉപയോഗവും നമ്മൾ ആഗ്രഹിക്കുന്ന ഉപയോഗവും അതിൽ നിന്ന് കിട്ടുന്ന ഫീച്ചേഴ്സും ഒക്കെ കമ്പയർ ചെയ്തുകൊണ്ട് ഏത് മോഡലാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് ഓരോ കസ്റ്റമർക്കും വ്യക്തമായി തീരുമാനിക്കാൻ കഴിയും. അപ്പോൾ ഓരോ കസ്റ്റമർക്കും അവിടെ സ്പെഷ്യൽ ഇൻഡിവിജ്വൽ ട്രീറ്റ്മെൻ്റ് ആണ് കിട്ടുന്നത്. അത് തന്നെയാണ് ഈ ഫേസ് ടു ഫേസ് മാർക്കറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജും. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കൃത്യമായി നമ്മൾക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് കിട്ടുന്നത്. അതിനെക്കുറിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മൾക്ക് ചോദിക്കാം, നമ്മളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾക്ക് വിശദീകരിക്കാം, അതിനനുസരിച്ച് ഏത് മോഡലാണ് നമ്മൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ കിട്ടുവാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് പോലെ തന്നെയാണ് ഫേസ് ടു ഫേസ് മാർക്കറ്റിങ്ങിൽ നമ്മൾ നേരിട്ടിട്ടാണ് മാർക്കറ്റർ കസ്റ്റമറുമായിട്ട് ഡീൽ ചെയ്യുന്നത്. അതേപോലെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ കോസ്റ്റ്ലിയാണ്. നമ്മൾക്ക് ഓരോ കസ്റ്റമറിനും സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് നമ്മൾക്ക് അതിനുള്ള സമയം വേണം. ആ പ്രോഡക്റ്റ് ആ ടൈപ്പ് നാച്ചുറൽ ആയിരിക്കണം. എല്ലാ തരം പ്രോഡക്റ്റിനൊന്നും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ മെത്തേഡ് എടുക്കാൻ പറ്റില്ല. ആൾ സൈസ് ഓഫ് കമ്പനീസിനും ഇത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ മാർക്കറ്ററുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതാണ് അതിൻ്റെ സക്സസിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ എന്ന് തന്നെ നമ്മൾക്ക് പറയാം. അയാൾ ആ പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ച് എത്ര നന്നായാണ് അവതരിപ്പിക്കുന്നത്, അവരുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്, അതിൻ്റെ യൂസേജിനെ കുറിച്ച് എൻഹാൻസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നത്, അത്രയും വിശദമായി ആ പ്രൊഡക്റ്റിനെ കുറിച്ചും സർവീസിനെ കുറിച്ചും കസ്റ്റമേഴ്സിലേക്ക് ആശയവിനിമയം നടത്താൻ കഴിയുന്ന മാർക്കറ്റർ ആണെങ്കിൽ F2F മാർക്കറ്റിംഗ് സക്സസ് ആയിരിക്കും. അതല്ല എങ്കിൽ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ കൂടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ F2F മാർക്കറ്റിങ്ങിൽ വി ആർ മേക്കിംഗ് ഫേസ് ടു ഫേസ് കോൺവെർസേഷൻസ് വിത്ത് അവർ പ്രോസ്പെക്റ്റീവ് കൺസ്യൂമേഴ്സ്. നമ്മളുടെ വരാൻ പോകുന്ന കൺസ്യൂമേഴ്സ്, അവരെ നമ്മൾ കൺസ്യൂമേഴ്സാക്കി മാറ്റണം. കാരണം നമ്മൾ നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല പ്രൊഡക്റ്റാണ് എന്ന് പറഞ്ഞു കൊടുത്ത് ആ പ്രൊഡക്റ്റ് അവർക്ക് നന്നായി ഉപയോഗിക്കപ്പെട്ടു കഴിഞ്ഞാൽ, അതായത് അവർക്ക് അതിൻ്റെ യൂസേജസ് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവർക്കറിയാവുന്ന ആളുകളോട് കൂടി പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി കൊടുക്കും. അപ്പം നമ്മൾ കുറച്ച് ലോയൽ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കസ്റ്റമേഴ്സിലൂടെ അവരുടെ ഇൻഫ്ലുവൻസിലൂടെ പുതിയ പുതിയ കസ്റ്റമേഴ്സ് കൂടി നമ്മളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും നന്നായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു എഫക്റ്റീവ് ടൂൾ ഓഫ് മാർക്കറ്റിംഗ് ആണ് F2F മാർക്കറ്റിംഗ്. ഇത് ഉപയോഗിക്കുന്ന കമ്പനികളാണ് ആംവേ, ടപ്പർവെയർ, മോഡി കെയർ, ഒറിഫ്ലെയിം, അങ്ങനെ ഒരുപാട് കമ്പനികൾ F2F മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിക്കുന്നുണ്ട്. മോഡേൺ ടെക്നിക്സിൽ നെക്സ്റ്റ് ടെക്നിക്കാണ് എക്സ്പീരിയൻഷ്യൽ മാർക്കറ്റിംഗ്. ഓരോ പ്രോഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും നമ്മൾ കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യുന്ന സമയത്ത് അവർക്കത് അവരുടെ അൺസാറ്റിസ്ഫൈഡ് നീഡിന് ഏറ്റവും ആപ്റ്റ് ആയിരിക്കണം. ഏറ്റവും നല്ല രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ അവർക്ക് നൽകുന്ന പ്രൊഡക്റ്റിനെയോ സർവീസിനെയാണ് കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുള്ളൂ. അപ്പോൾ ഓരോ മാർക്കറ്റിങ്ങിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ത്രൂ കൺസ്യൂമർ ഡിലൈറ്റ് ആണ്. അപ്പോൾ കൺസ്യൂമേഴ്സിനെ അങ്ങനെ അത്രയും സാറ്റിസ്ഫൈഡ് ആയ ഒരു ലെവലിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഓരോ മാർക്കറ്ററും റെഗുലറായി മാർക്കറ്റ് സർവേ കണ്ടക്ട് ചെയ്യണം.
കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റിലും പ്രിഫറൻസിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൃത്യമായി സെൻസ് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ച് അതിനനുസരിച്ചിട്ടുള്ള സ്ട്രാറ്റജീസിലെ ചേഞ്ചസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടി ഏറ്റവും നല്ല എഫേർട്സ് എടുക്കാൻ സദാസമയം എന്ന് പറയുന്നത് പോലെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റേഴ്സ് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ കൺസ്യൂമേഴ്സിന് നമ്മൾ ഏറ്റവും നല്ല പ്രാധാന്യം കൊടുക്കുമ്പോൾ അവർക്ക് ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സർവീസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് എത്രമാത്രം യൂട്ടിലിറ്റി അവർക്ക് അതിൽ നിന്ന് കിട്ടി, അതിനെ ബേസ് ചെയ്താണ് റിപ്പീറ്റഡ് പർച്ചേസസ് ഉണ്ടാവാം. ഒരു പ്രാവശ്യം പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഹൈലി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വീണ്ടും നമ്മൾ ആ പ്രോഡക്റ്റ് തന്നെ ചൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പല കൺസ്യൂമേഴ്സും ചില പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്നത് മുന്നേ കൂട്ടി പ്ലാൻ ചെയ്ത് റാഷണലി തിങ്ക് ചെയ്തിട്ടൊന്നും ആയിരിക്കില്ല. എല്ലാ പ്രോഡക്റ്റിൻ്റെയും കാര്യമല്ല പറയുന്നത്. ചില FMCG പ്രോഡക്ട്സ് ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് ആ ഇൻസ്റ്റൻ്റ്ലി അവർക്കുണ്ടാകുന്ന ആ മൂഡ് ചേഞ്ചസ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അവർ വാങ്ങി ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് കൺസ്യൂമേഴ്സിന് ഉണ്ടാവും. നമ്മൾ ഹൈ കോസ്റ്റ് ഒക്കെ ഉള്ള പ്രോഡക്റ്റ് നമ്മൾ വീട്ടിലേക്കുള്ള ഡ്യൂറബിൾസ് ഒക്കെ വാങ്ങുമ്പോൾ കൃത്യമായി പ്ലാൻ ചെയ്താണ് വാങ്ങുന്നത്. പക്ഷെ പലപ്പോഴും ചില പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നത് നമ്മുടെ ആ ഒരു ഇൻസ്റ്റന്റ് മൂഡ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഡിസയറിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം മാർക്കറ്റർ കൺസിഡർ ചെയ്യണം. കസ്റ്റമേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്, അവർക്ക് റിയൽ ടൈം എക്സ്പീരിയൻസിൽ എത്രമാത്രം യൂട്ടിലിറ്റിയാണ് അവർക്ക് അത് കിട്ടിയത്, നമ്മുടെ പ്രോഡക്റ്റും നമ്മുടെ സർവീസും അവരുടെ ആ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റുമായി എത്രമാത്രം റിലേറ്റഡ് ആണ്, ഇതെല്ലാം നോക്കി അതിനെയെല്ലാം പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എക്സ്പീരിയൻഷ്യൽ മാർക്കറ്റിംഗ്. അതായത് കസ്റ്റമേഴ്സിൻ്റെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുകൊണ്ട് അത് പല രീതിയിലുള്ളതായിരിക്കാം. അവരുടെ മെമ്മറീസുമായി റിലേറ്റഡ് ആയിരിക്കാം, അവരുടെ മൂഡ്സ് ചേഞ്ചിങ് ഡിസയേഴ്സുമായി റിലേറ്റ് ചെയ്തതായിരിക്കാം, പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസുമായി റിലേറ്റ് ചെയ്തതായിരിക്കാം. എങ്ങനെയാണെങ്കിലും ഇതെല്ലാം പരിഗണിച്ചു കൊണ്ടുള്ള ഒരു മാർക്കറ്റിംഗ് മെത്തേഡാണ് എക്സ്പീരിയൻഷ്യൽ മാർക്കറ്റിംഗ്. അതിൽ നമുക്ക് 5 ടൈപ്പ്, അതായത് പ്രധാനമായും 5 കോമ്പോണൻസ് ആണ് അതിലുള്ളത് എക്സ്പീരിയൻഷ്യൽ മാർക്കറ്റിംഗിൽ. ഒന്ന് സെൻസ് മാർക്കറ്റിംഗ്, പിന്നെ ഒന്ന് തിങ്ക് മാർക്കറ്റിംഗ്, ആക്ട് മാർക്കറ്റിംഗ്, റിലേറ്റ് മാർക്കറ്റിംഗ്, ഫീൽ മാർക്കറ്റിംഗ്. സെൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻസ് ഓർഗൻസുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അതായത് നമ്മളുടെ ടച്ച്, സൈറ്റ്, സൗണ്ട്, സ്മെല്ല്, ഇതിലൂടെയൊക്കെ ആ പ്രോഡക്റ്റിനെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ പെർട്ടിക്കുലർ സെൻസിനെ നമ്മൾ എന്ത് ചെയ്യുക, ടെംപ്റ്റ് ചെയ്യുക. അതിന് ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ മറ്റുള്ള പ്രോഡക്ട്സിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റ് എത്രമാത്രം വ്യത്യസ്തമായിട്ടുണ്ട് എന്നിവർക്ക് ഫീൽ ചെയ്യിപ്പിച്ച് അവരെ പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കാം. അപ്പോൾ സെൻഷ്വൽ എക്സ്പീരിയൻസിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് സെൻസ് മാർക്കറ്റിംഗ്. ദെൻ അതേപോലെ തന്നെ ഫീൽ മാർക്കറ്റിംഗ്. ഫീൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അവരുടെ ഇമോഷണൽ എക്സ്പീരിയൻസിനാണ് നമ്മൾ അവിടെ എംഫസൈസ് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ അവരെ എന്ത് ചെയ്യാം, ഇൻഡ്യൂസിങ് ഇമ്പാക്ട് സോ ദാറ്റ് സ്റ്റിമുലേറ്റ്സ് ദ കസ്റ്റമേഴ്സ് ടു ബൈ ദ പ്രോഡക്റ്റ്. അവരുടെ ആ ഒരു ഇമോഷൻ, പർട്ടിക്കുലർ ഇമോഷൻ, ഇപ്പോൾ നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഏത് ആരാധനാ കേന്ദ്രമായിക്കോട്ടെ അവിടേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഡിവോട്ടീസ് അവിടേക്ക് ഓഫറിങ്സ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ പള്ളിയുടെ മുന്നിലുള്ള ചെറിയ ഷോറൂമുകളിലൊക്കെ അവിടേക്ക് കൊടുക്കുന്ന തരത്തിലുള്ള ഓഫറിങ്സിൻ്റെ പ്രോഡക്ട്സ് നമ്മൾക്ക് ഒരുപാട് കാണാൻ കഴിയും. അപ്പോൾ വീട്ടിൽ നിന്ന് അത് എടുക്കാൻ മറന്നാണ് നമ്മൾ പോന്നിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ചിലപ്പോൾ ആലോചിച്ചിട്ടും കൂടെ ഉണ്ടാവില്ല. അവിടെ ചെന്ന് ഇതൊക്കെ കാണുമ്പോൾ നമുക്കത് വാങ്ങാനുള്ള ഒരു പ്രേരണ ഉണ്ടാകുന്നു. കാരണം അവിടെ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓഫറിങ് കൊടുക്കാം എന്നുള്ളൊരു ഇമോഷൻ നമ്മൾക്കുണ്ടെങ്കിൽ, അപ്പോൾ അവരുടെ ആ ഒരു ഇമോഷണൽ ഫീലിങ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് ആണ് തിങ്ക് മാർക്കറ്റിംഗ്, ഫീൽ മാർക്കറ്റിംഗ്. തിങ്ക് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഇന്റലിജന്റ് എക്സ്പീരിയൻസ് ആണ്, ആലോചിച്ചുകൊണ്ടുള്ളത്. ഫീൽ മാർക്കറ്റിംഗിലാണ് ഇമോഷൻസ്, തിങ്ക് മാർക്കറ്റിംഗിൽ ചിന്തകളാണ്. അവർ കുറച്ചുകൂടി ബുദ്ധിപരമായി ചിന്തിച്ച് വാങ്ങിക്കുന്ന ചില പ്രോഡക്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ പ്രോഡക്റ്റിനെ കുറിച്ച് ക്യൂരിയോസിറ്റി കസ്റ്റമേഴ്സിൽ എന്ത് ക്രിയേറ്റ് ചെയ്യാം, ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യാം. ദെൻ നമ്മളുടെ പ്രൊഡക്റ്റിനെ കോമ്പറ്റേറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റുമായി ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കൺസ്യൂമേഴ്സിന് ഓഫർ ചെയ്യാം. അപ്പോൾ ഒരു പ്രോബ്ലം സോൾവിങ് എന്നുള്ള രീതിയിലുള്ള ഒരു
രീതി, അവർക്ക് കൂടുതൽ ഇൻ്റലക്ച്വൽ എക്സ്പീരിയൻസ് കൊടുത്തുകൊണ്ട് ചെയ്യുന്നതാണ് തിങ്ക് മാർക്കറ്റിംഗ്. പിന്നെ വരുന്നത് ആക്ട് മാർക്കറ്റിംഗ് ആണ്. ആക്ട് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ബിഹേവിയറൽ എക്സ്പീരിയൻസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓരോ ആളുകളും അവരുടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് അത് കാണുന്ന സമയത്ത് ആ പ്രോഡക്റ്റിനെ നമ്മൾക്ക് വാങ്ങാൻ തോന്നുന്നു. ടു ഇൻഫ്ലുവൻസ് ആൻഡ് എൻറിച്ച് ദ ലൈഫ്സ് ഓഫ് കസ്റ്റമേഴ്സ്. നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഏതെങ്കിലും ആക്ടിവിറ്റീസുമായി റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിന് സ്യൂട്ടാകുന്ന രീതിയിലുള്ള ഒരു ഫിസിക്കൽ അപ്പിയറൻസോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രോഡക്റ്റ് ഓഫർ ചെയ്യുക. പിന്നെ വരുന്നത് റിലേറ്റ് മാർക്കറ്റിംഗ് ആണ്. റിലേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ റിലേഷണൽ എക്സ്പീരിയൻസ്. നമ്മളുടെ പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റും നമ്മുടെ കൺസ്യൂമേഴ്സിന് അതുമായി ഏതെങ്കിലും രീതിയിലുള്ള റിലേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ നന്നായി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രൊമോഷണൽ ക്യാമ്പയിൻസ് ഒക്കെ നടത്തുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്, വെഡ്ഡിങ് ആൻഡ് ഫെസ്റ്റിവൽ ക്ലോത്തിങ്ങിന് മാനുവാർ എന്ന് പറയുന്ന ഓരോ ബ്രാൻഡുകൾ അല്ലെങ്കിൽ ഓരോ ടൈപ്പ് പ്രോഡക്റ്റിനെ കുറിച്ചും ഓരോ കമ്പനികളെ കുറിച്ചും ആളുകൾക്കിടയിൽ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഈ കമ്പനിയാണ് അതിന് ഏറ്റവും നന്നായിട്ടുള്ളത് എന്ന് അവർക്ക് ഒരു തോന്നലുണ്ടാകണം. ആ രീതിയിലുള്ള പ്രൊമോഷണൽ ക്യാമ്പയിൻസ് ഒക്കെ നടത്തി ചെയ്യുന്നതാണ് റിലേറ്റ് മാർക്കറ്റിംഗ്. അപ്പോൾ ഇത് ഈ 5 ടെക്നിക്സിൽ ഏത് ഉപയോഗിക്കുകയാണെങ്കിലും ആ 5 കോമ്പോണൻസിനെയും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് എക്സ്പീരിയൻഷ്യൽ മാർക്കറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിന് ഒരുപാട് ഗുണങ്ങളുമുണ്ട്, അതുപോലെ തന്നെ ദോഷങ്ങളുമുണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് അവയർനെസ്, നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് കൃത്യമായ ഒരു ബോധം കൺസ്യൂമേഴ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ ഈ എക്സ്പീരിയൻഷ്യൽ മാർക്കറ്റിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ക്രെഡിബിലിറ്റി, നമ്മുടെ കമ്പനിയുടെ ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട്. പിന്നെ പോസിറ്റീവ് പെർസെപ്ഷൻ, നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് കസ്റ്റമേഴ്സിന്റെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ആ പ്രോഡക്റ്റ് വാങ്ങിച്ച് അതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നമ്മൾ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ ആ കസ്റ്റമേഴ്സിന് ആ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് ഓക്കെ ആണ് എന്ന് കണ്ടാൽ അവർ ആ പ്രോഡക്റ്റ് വാങ്ങിക്കും. ആ രീതിയിലുള്ള എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി എൻകറേജ് ചെയ്യും. നമ്മൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആണെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോട് കൂടി അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് മൗത്ത് പബ്ലിസിറ്റി കൂട്ടും. ദെൻ കമ്പൈൻ ചെയ്യുന്നു. എന്തിനാണ്? മറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെ നമ്മളുടെ ആ പഴയ ഇക്വിലിബ്രിയം തകർക്കാതെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾക്ക് ഇതും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഗ്രോത്ത് ടാർഗറ്റ്, കമ്പനീസിൻ്റെ ഗ്രോത്ത് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ഇതിലൂടെ നമ്മൾക്ക് ഒരു പരിധി വരെയൊക്കെ കഴിയുന്നു. പിന്നെ ഡിസഡ്വാൻറ്റേജസിൽ പറയുന്നത് ഈസിയാണ് എന്ന് നമ്മൾക്ക് തോന്നും. അതേപോലെ തന്നെ ക്രിയേറ്റിംഗ് എ മെമ്മറബിൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത്രയധികം എളുപ്പമല്ല. എല്ലാ കസ്റ്റമേഴ്സിനും കൃത്യമായി ആ പ്രോഡക്റ്റ് സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നേരെ ഓപ്പോസിറ്റ് വിചാരിക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ അയാൾ ആ പ്രോഡക്റ്റ് വാങ്ങിക്കുകയില്ല, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടുക. അതേപോലെ തന്നെ ഫിനാൻസിങ്, നല്ല രീതിയിലുള്ള ഫണ്ടൊക്കെ ആവശ്യമായി വരും. പിന്നെ ഇതൊരിക്കലും പല എക്സ്പീരിയൻസുകളും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് അത്രയും ഫേവറബിൾ എക്സ്പീരിയൻസ് ആണെങ്കിൽ അവരെന്ത് ചെയ്യുള്ളൂ, റിപ്പീറ്റഡ് പർച്ചേസ് ഒക്കെ നടത്തുള്ളൂ. അപ്പോൾ ചില കേസുകളിൽ ആ ഒറിജിനൽ തിങ്സിൻ്റെ സെയിൽസോടുകൂടി ഇത് അവസാനിക്കാറുണ്ട്. അപ്പോൾ എക്സ്പീരിയൻഷ്യൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ റിലേഷണലും ഇൻ്റലിജൻ്റ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഇമോഷണൽ എക്സ്പീരിയൻസും സെൻഷ്വൽ എക്സ്പീരിയൻസും ഒക്കെയാണ് നമ്മളുടെ മെയിൻ കോമ്പോണൻ്റ് ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയായി തീരുമാനിക്കുന്നത്. മോഡേൺ മാർക്കറ്റിംഗ് ടെക്നിക്സിൽ വേറൊരു ടെക്നിക്കാണ് ഇൻറ്റേർണൽ മാർക്കറ്റിംഗ്. ഇൻറ്റേർണൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ക്രിയേറ്റിംഗ് ലോയൽ എംപ്ലോയീസ്. നമ്മൾ സാധാരണ എല്ലാ മാർക്കറ്റിങ്ങിലും എന്താ ചെയ്യുന്നത്, നമ്മുടെ പ്രോസ്പെക്റ്റീവ് കൺസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ നമ്മളുടെ കസ്റ്റമേഴ്സിനെ ബോധവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇൻറ്റേർണൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ സാധാരണ പറയാറില്ലേ, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറയും. നമ്മുടെ വീട്ടിൽ നിന്ന് ആദ്യം തുടങ്ങണം എന്ന് പറയില്ലേ, അതേപോലെയാണ് മാർക്കറ്റിംഗ് എഫേർട്സിൽ ഏറ്റവും ആദ്യം നമ്മുടെ കമ്പനിയുടെ ഉള്ളിലുള്ള സ്റ്റാഫിനെ അവർക്ക് കൃത്യമായി നല്ല മോട്ടിവേഷൻ കൊടുക്കുക,
കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചും. ആദ്യം ഇൻഡക്ഷൻ പ്രോഗ്രാം നടക്കുമ്പോൾ തന്നെ അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കമ്പനിയുടെ വിഷൻ എന്താണ്, കമ്പനിയുടെ മിഷൻ എന്താണ്, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്, എന്ത് പ്രോഡക്റ്റാണ് ഓഫർ ചെയ്യുന്നത്, അത് എന്തിനു വേണ്ടിയുള്ളതാണ്, എന്ത് സർവീസാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കമ്പനി ഒബ്ജക്റ്റീവ്സും ഓഫർ ചെയ്യപ്പെടുന്ന പ്രോഡക്റ്റിനെ കുറിച്ചും സർവീസിനെ കുറിച്ചും എല്ലാം നമ്മളുടെ എംപ്ലോയീസിൻ്റെ മുന്നിൽ തന്നെ നമ്മൾ ആദ്യം അവതരിപ്പിക്കുന്നു. അവർക്കിടയിൽ നമ്മൾ ആ ബ്രാൻഡിൻ്റെ പ്രൊമോഷൻ ആദ്യം നടത്തുന്നു. പിന്നീട് അവരിലൂടെയാണ് നമ്മൾ കൺസ്യൂമേഴ്സിലേക്ക് പോകുന്നത്. അങ്ങനെ ചെയ്യുന്ന മാർക്കറ്റിംഗ് ടെക്നിക്കാണ് ഇൻറ്റേർണൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് അലൈനിങ്, മോട്ടിവേറ്റിംഗ് ആൻഡ് എംപവറിംഗ് ദ എംപ്ലോയീസ് ഓഫ് ദി കമ്പനി അറ്റ് ആൾ മാനേജ്മെൻറ്റ് ലെവൽ, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവലാണെങ്കിലും ലോവർ ലെവലാണെങ്കിലും എല്ലാവർക്കും നമ്മൾ ഒരേപോലെയുള്ള ഒരു എഫേർട്ടാണ് എടുക്കുന്നത്. സോ ദാറ്റ് ദേ ഡിലിജൻ്റ്ലി വർക്ക് ടു ഹാവ് ഡിലൈറ്റഡ് കസ്റ്റമേഴ്സ് ഇൻ ദ ബിസിനസ്. നമ്മുടെ ബിസിനസ്സിന് ഡിലൈറ്റഡ് കസ്റ്റമേഴ്സ് ഉണ്ടാവണം, അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണമെന്ന് ബോധപൂർവം അവർക്കൊരു തോന്നലുണ്ടാവണം. എന്നിട്ട് അവർ പ്രവർത്തിക്കണം. അതിനു വേണ്ടി നമ്മുടെ എംപ്ലോയീസിനെ പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെ ലോയൽ എംപ്ലോയീസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് കൃത്യമായി ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ അവരിലൊരു ബോധമുണ്ടാക്കി തീർക്കണം. അവർക്ക് പരമാവധി ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ സ്ഥാപനം എന്താണ്, ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം എന്താണ്, നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, എന്ത് പ്രോഡക്റ്റാണ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നത്, അത് എത്രയും നന്നായി അവരിലേക്ക് എത്തിക്കണം, അവരെ ഡിലൈറ്റഡ് കസ്റ്റമേഴ്സായി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയണം എന്നുള്ള ഒരു ബോധം, അവരുടെ അക്കൗണ്ടബിലിറ്റി എംപ്ലോയീസിൽ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. ആ രീതിയിൽ നടത്തുന്ന മാർക്കറ്റിംഗ് ആണ് ഇൻറ്റേർണൽ മാർക്കറ്റിംഗ്. ഇത് നമ്മൾക്ക് എങ്ങനെയാണ് നടത്താൻ കഴിയാം? ബൈ എഡ്യൂക്കേറ്റിംഗ് ദ എംപ്ലോയീസ്. നമ്മളുടെ എംപ്ലോയീസിന് ഇതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്തിനെക്കുറിച്ച്? നമ്മുടെ കമ്പനിയുടെ പോളിസി, കമ്പനിയുടെ എയിം, കമ്പനിയുടെ ഒബ്ജക്റ്റീവ്, നമ്മുടെ ബിസിനസ് സ്ട്രാറ്റജീസ്, ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ എംപ്ലോയീസിന് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കമ്പനിയുടെ ടാർഗറ്റ് എന്താണ് എന്ന് അവർക്ക് ബോധ്യമായി കഴിഞ്ഞാൽ ദേ ക്യാൻ ഫിക്സ് ദെയർ ഓൺ ടാർഗറ്റ്. അവർക്ക് എന്തൊക്കെയാണ് മാർക്കറ്റിൽ എത്രമാത്രം ടാർഗറ്റാണ് അവർക്ക് വരുന്നത് എന്ന് അവർ സ്വയം മനസ്സിലാക്കണം. അവരുടെ ഉത്തരവാദിത്തമാണ് അത് എന്നുള്ള രീതിയിൽ നമ്മൾക്ക് അവരിൽ ഒരു ബോധമുണ്ടാക്കാൻ കഴിയണം. അതിനുവേണ്ടി പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നു. ഇതിൻ്റെ അസംഷൻ എന്ന് പറയുന്നത് personality and outlook of the employees towards the customers of their business depends upon their own experience in the organization. നമ്മളുടെ ഓർഗനൈസേഷനിൽ വരുന്ന ഒരു കസ്റ്റമറെ ഈ എംപ്ലോയി സമീപിക്കേണ്ടത് അവരുടെ സ്വന്തം എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം. ഈ സ്ഥാപനത്തിൽ എൻ്റെ അനുഭവം എന്താണ് എന്ന് എംപ്ലോയിക്ക് ആദ്യം ബോധ്യം വരണം. എന്നിട്ട് നമ്മൾക്കത് അത്രയും ഫ്രീഡത്തോടു കൂടി അല്ലെങ്കിൽ അത്രയും ബോധത്തോടു കൂടി നമ്മുടെ കസ്റ്റമേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറയണം. അതല്ലാതെ അവരെ ഇങ്ങനെ കാണാപ്പാഠം പഠിപ്പിച്ചതുപോലെ കുറേ കസ്റ്റമർ സർവീസ് സെൻറ്റൻസുകൾ അവരെ പഠിപ്പിച്ചത് കൊണ്ട് നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ സ്ഥാപനം എന്താണ്, ലക്ഷ്യം എന്താണ്, നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് എംപ്ലോയിക്ക് സ്വയം ബോധ്യം വന്നതിന് ശേഷം അവർ കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ല സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നൽകാൻ നമ്മുടെ എംപ്ലോയീസിന് കഴിയും. അതിനുവേണ്ടി അവരെ ശക്തിപ്പെടുത്തുക, അതിനുവേണ്ടി പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്യുന്നതാണ് ഇൻറ്റേർണൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഇൻറ്റേർണൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന മെത്തേഡുകൾ എന്തൊക്കെയാണ്? ഒന്ന് നമ്മൾ പറഞ്ഞു, ഇൻഡക്ഷൻ സമയത്ത് തന്നെ ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കമ്പനിയുടെ മിഷനെക്കുറിച്ചും വിഷനെക്കുറിച്ചും ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചൊക്കെ നമ്മൾ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ഇതിൽ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, ജപ്പാനിൽ ഓരോ കമ്പനികളും അവരുടെ കമ്പനിയുടെ പോളിസിയെക്കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ എംപ്ലോയീസിന് കേട്ടാൽ മനസ്സിലാകുന്ന രീതിയിലുള്ള സോങ്ങുകൾ അവരുടെ സ്ഥാപനത്തിൽ പ്ലേ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഡെലിഗേറ്റിംഗ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു എംപ്ലോയീസ്, നമ്മുടെ സ്ഥാപനത്തിലെ ഉത്തരവാദിത്തം, അവർക്കുള്ള അധികാരങ്ങൾ എല്ലാം നമ്മൾ പങ്കുവെച്ചു കൊടുക്കുക. ദെൻ എൻഷുറിങ് ആഡിക്വേറ്റ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്, അവർക്ക് വേണ്ട രീതിയിലുള്ള ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നൽകുക. എൻഷുറിങ് കൺഡ്യൂസീവ് വർക്ക് എൻവയോൺമെൻറ്റ്, നല്ലൊരു വർക്ക് ചെയ്യാനുള്ള അന്തരീക്ഷം കൊടുക്കുക.
encourage employees for their participation in designing companies goals, policy and objective. നമ്മുടെ കമ്പനിയുടെ ലക്ഷ്യങ്ങളും പോളിസികളൊക്കെ രൂപീകരിക്കുന്ന സമയത്ത് അവരെ കൂടി അതിൽ പങ്കെടുപ്പിക്കുക. അവരുടെ കോൺട്രിബ്യൂഷൻ സജഷൻസ് ഒക്കെ ഒന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. പിന്നെ അവരുടെ സാലറിയെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക. എംപ്ലോയീസിൻ്റെ വെൽബീയിങ് ഏറ്റവും നന്നായി ഉറപ്പുവരുത്തുക. എംപ്ലോയീസിൻ്റെ അവരുടെ വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. പലപ്പോഴും അവർ ചെയ്യുന്ന വർക്ക് എത്രമാത്രം നന്നായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാം. എഫക്റ്റീവ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ഉറപ്പുവരുത്തുക. ഫോക്കസിങ് ഓൺ എൻഷുറിങ് ആൻഡ് എനേബിളിങ് എംപ്ലോയി ടു ക്രിയേറ്റ് വർക്ക് ലൈഫ് ബാലൻസ്. അവരുടെ വർക്ക് ലോഡ് കൊണ്ട് അവരുടെ ലൈഫിനെ യാതൊരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ അവർക്കത് കണ്ടക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. എഫക്റ്റീവ് ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ഇൻ ഓർഗനൈസേഷൻ. നമ്മൾക്ക് ആ സ്ഥാപനത്തിൽ കൃത്യമായി നല്ല രീതിയിലുള്ള മാനേജ്മെൻറ്റും ലീഡർഷിപ്പ് നടത്താൻ കഴിയുന്ന രീതിയിൽ ഉറപ്പുവരുത്തുന്ന പ്രോഗ്രാമുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ പ്രധാനമായും ഇൻറ്റേർണൽ മാർക്കറ്റിങ്ങിൽ വരുന്ന 4 കാര്യങ്ങൾ എന്ന് പറയുന്നത് മോട്ടിവേഷൻ, കോർഡിനേഷൻ, ഇൻഫർമേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. ആ കോമ്പോണൻസിനെ കൃത്യമായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയണം? ആ 4 ഏരിയയും നന്നായി കവർ ചെയ്തിട്ട് ഇൻറ്റേർണൽ മാർക്കറ്റിംഗ് അപ്ലൈ ചെയ്യാൻ കഴിയണം. അങ്ങനെ ഇൻറ്റേർണൽ മാർക്കറ്റിംഗ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അതിൽ നിന്ന് അഡ്വാൻറ്റേജസ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. മറ്റേതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കിനെ പോലെ തന്നെയും അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ഉണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇറ്റ് എൻകറേജസ് എംപ്ലോയീസ് ടു പെർഫോം ബെറ്റർ. നമ്മുടെ സ്ഥാപനത്തിലെ എംപ്ലോയീസിനെ ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഇറ്റ് എംപവേഴ്സ് എംപ്ലോയീസ്, ദെർഫോർ ദേ ഫീൽ മോർ റെസ്പോൺസിബിൾ. അവർക്ക് കൃത്യമായി നമ്മൾ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നൽകുന്നതിലൂടെ അവർ ഇതിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ള ഉത്തരവാദിത്വത്തോടു കൂടി അവർ പ്രവർത്തിക്കുന്നു. ഇറ്റ് ബൂസ്റ്റ് ദ എംപ്ലോയീസ് മൊറൈൽ. അവരുടെ ആത്മവിശ്വാസവും ധൈര്യവും എല്ലാം ബൂസ്റ്റ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ബ്രിങ്സ് ഡിലൈറ്റഡ് കസ്റ്റമേഴ്സ് ടു ഓർഗനൈസേഷൻ. ഡിലൈറ്റഡ് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഡിലൈറ്റഡ് കസ്റ്റമേഴ്സ് ഉണ്ടാവും. കാരണം അത്രയും നന്നായാണ് എംപ്ലോയീസ് അവരോട് ഡീൽ ചെയ്യുന്നുണ്ടാവാം. ദെൻ ഇറ്റ് എൻഷുവേഴ്സ് ബെറ്റർ കോർഡിനേഷൻ. നമ്മൾ പറഞ്ഞു മോട്ടിവേഷൻ, കോർഡിനേഷൻ, ഇൻഫർമേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ അവിടെ നല്ലൊരു ഏകീകരണം ഉണ്ടാകും. ദെൻ കസ്റ്റമർ റീറ്റൻഷൻ. നമ്മൾക്ക് ഉള്ള കസ്റ്റമേഴ്സിനെ കൃത്യമായി നിലനിർത്തി കൊണ്ടുപോകാനും കഴിയും. ഇനി ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ഇതൊരു കോസ്റ്റ്ലി അഫയറാണ്. നമ്മൾ അതിന് കൃത്യമായൊരു ടീമൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ പീപ്പിളിനെ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ചിന്തിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് അവരെ കൊണ്ട് ഒരുപാട് ചിന്തിപ്പിക്കുന്ന സമയം, അവർക്കതിന് പഠിക്കാനും അതിനും ഇതിനുമൊക്കെ സമയം കൊടുക്കുമ്പോഴുമൊക്കെ ചില സമയത്ത് വിചാരിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയില്ല. ദെൻ പലപ്പോഴും ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നത് പിന്നീട് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കിടയിലെ കോൺഫ്ലിക്റ്റായി മാറും. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് പോളിസീസിൻ്റെ ഇംപ്ലിമെൻറ്റേഷനെ പ്രയാസമുള്ളതാക്കി തീർക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ കൂടി പല സ്ഥാപനങ്ങളും ഇന്ന് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇൻറ്റേർണൽ മാർക്കറ്റിംഗ്. എമർജിംഗ് ടെക്നിക്സിലേക്ക് ഏറ്റവും കൂടുതൽ റീസെൻ്റായി അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിംഗ് ടെക്നിക്സ് ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതിൽ വരുന്ന ഒരു 3 ടെക്നിക്കും കൂടെ. ഒന്ന് ലൊക്കേഷൻ ബേസ്ഡ് മാർക്കറ്റിംഗ്, ദെൻ ഓഗ്മെന്റഡ് വെർച്വൽ റിയാലിറ്റി മാർക്കറ്റിംഗ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ലൊക്കേഷൻ ബേസ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡിവൈസസ് ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെയുള്ള ഡിവൈസസ് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ ലൊക്കേഷനെ ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും പ്രൊഡക്റ്റിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ചും അവൈലബിലിറ്റിയൊക്കെ കുറിച്ച് നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യാം. അവർക്കത് ഒരു അലാം പോലെ നമ്മൾ അതിലേക്ക് ആ കറക്റ്റ് ലൊക്കേഷൻ അറിയാവുന്ന കസ്റ്റമേഴ്സിന് സെൻഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ് ലൊക്കേഷൻ ബേസ്ഡ് മാർക്കറ്റിംഗ്. നമ്മുടെ കസ്റ്റമേഴ്സ് അവരുടെ ലൊക്കേഷൻ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്കറ്റേഴ്സ് എന്ത് ചെയ്യുന്നു, നമ്മൾക്ക് അവരുടെ ഏറ്റവും അടുത്തുള്ള ഏത് നിയർ സ്റ്റോറിലാണ് ആ സ്പെഷ്യൽ പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഒരു ഫീച്ചർ നമ്മൾ എന്തെങ്കിലും ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും, ആ ഓഫർ അവരുടെ ഏറ്റവും അടുത്തുള്ള ഏത് ഷോപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് അവർക്കൊരു അലേർട്ട് മെസ്സേജ് പോലെ നമ്മൾ സെൻഡ് ചെയ്യുന്നു. അതിന് ഇന്റർനെറ്റിൽ കണക്റ്റഡ് ആയ ഡിവൈസുകളാണെങ്കിൽ അവരുടെ IP അഡ്രസ് നമുക്ക് അറിയുന്നുണ്ടായിരിക്കും.
ഇന്റർനെറ്റ് പ്രോട്ടോകോൾ IP അഡ്രസ്, അതായത് ആ അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും ഇത്തരം മാർക്കറ്റിംഗ് സർവീസുകൾ. അപ്പോൾ ഏതെങ്കിലും ഒരു കസ്റ്റമറെ കുറിച്ചും ആ കസ്റ്റമർ ഏത് പ്രൊഡക്റ്റ് ആണ് നോർമലി വാങ്ങിക്കുന്നത്, അവരുടെ റെഗുലർ പ്രിഫറൻസ് ഏതാണെന്ന് നമ്മൾ കസ്റ്റമർ ഡാറ്റാബേസ് ഉപയോഗിച്ച് മനസ്സിലാക്കി ആ പ്രോഡക്റ്റ് അവരുടെ ഏറ്റവും അടുത്ത് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, പുതിയ ഓഫർ എന്താണ് എന്ന് നമ്മൾ അവരെ ഈ ഡിവൈസിലൂടെ അറിയിക്കുന്നു. അപ്പോൾ സ്മാർട്ട് ഫോൺ ഉള്ള ആളുകൾക്ക് മാത്രമേ നമ്മൾക്ക് ഈ മെസ്സേജസ് ഈസിയായി അയക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ പല രീതിയിൽ, ഇപ്പോൾ ഗ്ലോബൽ പൊസിഷനിങ് സാറ്റലൈറ്റ്സ് GPS നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ലൊക്കേഷൻ ബേസ്ഡ് മാർക്കറ്റിംഗ് അപ്ലൈ ചെയ്യാറുണ്ട്. ഇതിനെ ജിയോ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ജിയോ ടാർഗറ്റിംഗ് മാർക്കറ്റിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. കാരണം അവരുടെ ആ ലൊക്കേഷൻ ആണ് അവിടെ പ്രാധാന്യം. ഇത് ഏറ്റവും ഫെസിലിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ആണെന്ന് നമുക്ക് പറയാം. കാരണം കസ്റ്റമേഴ്സിന് വളരെ വേഗം അവരുടെ ഏറ്റവും തൊട്ടടുത്തുള്ള ഷോറൂം ഏതാണ് ഈ പുതിയ പ്രൊഡക്റ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ പുതിയ ഫീച്ചർ, പുതിയ ഓഫർ, ഇതെല്ലാം അവർക്ക് പേഴ്സണലി വേഗം അറിയാനും ആ കടയിലേക്ക് ചെന്ന്, കാരണം തെരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല, അത് അവിടെ അവൈലബിൾ ആണ് എന്ന് ഇവർക്ക് മെസ്സേജ് കിട്ടിയിട്ടാണ് ഇവർ ചെല്ലുന്നത്. അപ്പൊ ഈസി ഷോപ്പിംഗ് ആവും, അവർക്ക് ഫെസിലിറ്റി, ഏറ്റവും കൂടുതൽ സൗകര്യം, കൺവീനിയന്റ് പർച്ചേസിങ് നടത്താൻ കഴിയും. ദെൻ നമ്മുടെ മാർക്കറ്റേഴ്സിനും അതെ, ഇത് ഈസി ആയിട്ട് ആ കസ്റ്റമേഴ്സിനെ വിവരങ്ങൾ അറിയിക്കുവാനും അവർക്ക് വളരെ വേഗം നമ്മുടെ സ്റ്റോർ സന്ദർശിക്കുവാനും, അവർക്ക് മറ്റുള്ളവർക്ക് ഇപ്പോൾ അവരുടെ കയ്യിൽ ഫോണുണ്ട്, നെറ്റ് കണക്ഷൻ ഉണ്ട്, അവർക്ക് ഇത് മനസ്സിലായി തൊട്ടടുത്തുള്ള ആളുകളോട്, അവർക്ക് ഈ ഓഫർ കിട്ടാത്ത ആളുകളോട് പറയാനും എല്ലാം വളരെ വേഗം നടക്കുന്ന ഒരു മെത്തേഡാണ്. പക്ഷെ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. സ്മാർട്ട് ഫോൺ കയ്യിലുള്ള ആളുകളെ മാത്രമേ നമ്മൾക്ക് ടാർഗറ്റായി ഈ സർവീസ് നൽകാൻ കഴിയുള്ളൂ. അപ്പോൾ മാർക്കറ്റ് ക്യാമ്പയിനുകളൊക്കെ നടത്തുമ്പോൾ നമുക്ക് നമുക്കത് കൃത്യമായി കമ്പൈൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഒരു എഡിറ്റഡ് വേർഷൻ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ഏറ്റവും സെലക്റ്റീവായ കസ്റ്റമേഴ്സിന് അവർക്ക് മാത്രമേ നമ്മൾക്ക് ഇത് അയച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അവരുടെ സ്പെഷ്യാലിറ്റിക്ക് അനുസരിച്ച് സ്യൂട്ടായ ഓഫേഴ്സ് ഒക്കെ തിരഞ്ഞെടുത്ത് അയക്കാനൊക്കെ കഴിയും. ലൊക്കേഷൻ ബേസ്ഡ് മാർക്കറ്റിംഗ്, അവിടെ ആ സ്ഥലത്തിനാണ് പ്രാധാന്യം. അവരുടെ ലൊക്കേഷൻ അവർ ഓൺ ആക്കി ഇട്ടിരിക്കണം. പല ആളുകളും പ്രൈവസിയെ ഉദ്ദേശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പലപ്പോഴും ലൊക്കേഷൻ ഓൺ ചെയ്ത് ഇടാറില്ല. അത് ഈ മെത്തേഡിന്റെ ഒരു ഡിമെറിറ്റ് ആണ്. പിന്നെ വരുന്നത് ഓഗ്മെന്റഡ് ആൻഡ് വെർച്വൽ റിയാലിറ്റി മാർക്കറ്റിംഗ്. ഓഗ്മെന്റഡ് ആൻഡ് വെർച്വൽ റിയാലിറ്റി മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, ഈ ഗെയിമൊക്കെ കളിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും നന്നായി അറിയുന്നുണ്ടാവും. വെർച്വലി നമ്മൾ അതിൻ്റെ ഒരു വെർച്വൽ സൈറ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയാണ്. ആ പ്രോഡക്റ്റിനെ കുറിച്ചും നമ്മൾ നൽകുന്ന സർവീസുകളെ കുറിച്ചൊക്കെ അവർക്ക് റിയൽ അല്ല, പക്ഷെ അത് റിയൽ പോലെ അവർക്ക് കണ്ടറിഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഫ്രീ ഫയർ, അതുപോലെ തന്നെ പോക്കിമാൻ ഗോ, അങ്ങനെയുള്ള ആ ഗെയിമുകളൊക്കെ കളിക്കുന്നവർക്ക് അതിൻ്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് പോലെ നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കട എങ്ങനെയാണ്, കടയ്ക്കുള്ളിൽ അറേഞ്ച്മെന്റ് എന്തൊക്കെയാണ്, ഇപ്പോൾ ഹോട്ടലൊക്കെ ആണെങ്കിൽ അവിടെ കിട്ടുന്ന സർവീസുകൾ, ഫുഡ്, ഇതെല്ലാം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയും. കൃത്യമായി വീഡിയോ പോലെ നമുക്കത് അതിൻ്റെ ആ ഒരു റിയൽ എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ കണ്ട് മനസ്സിലാക്കി സർവീസ് വാങ്ങാൻ കഴിയും. ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ ഈ ലൊക്കേഷൻ ബേസ്ഡ് മാർക്കറ്റിംഗിൽ തന്നെ നമ്മൾ ജിയോ ഫെൻസിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിക്കാറുണ്ട്. ബൗണ്ടറീസ് ലിമിറ്റ് ചെയ്തുകൊണ്ട് ഇത്ര ഏരിയയ്ക്കുള്ള കസ്റ്റമേഴ്സ് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഈ വെർച്വലിൽ അങ്ങനെയല്ല, നമ്മൾക്ക് ഏത് കസ്റ്റമേഴ്സിനെയാണോ നമ്മൾ ടാർഗറ്റായി എടുക്കുന്നത് അവർക്ക് കൃത്യമായി ഇത് കാണിച്ചു കൊടുത്തുകൊണ്ട്, ഇപ്പോൾ എല്ലാം AI ആണല്ലോ, അപ്പോൾ കറക്റ്റായി അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് പോലെ മനസ്സിലാക്കി ആ പ്രൊഡക്റ്റോ സർവീസോ തിരഞ്ഞെടുക്കാൻ കഴിയും. ഇതിനും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ ഉണ്ട്. ബ്രാൻഡ് അവയർനെസ് ഒക്കെ നമ്മൾക്ക് ആളുകൾക്കിടയിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അവർക്കൊരു റിയൽ എക്സ്പീരിയൻസ് പോലെ മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം കോസ്റ്റ്ലി ആണ്. പിന്നെ എല്ലാ സേവനങ്ങളും അല്ലെങ്കിൽ എല്ലാ സൈസ് ഓഫ് കമ്പനീസിനും ഒന്നും നമുക്കിത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില പ്രോഡക്റ്റിന് നമുക്ക് സോഷ്യൽ ഇന്ററാക്ഷൻ തന്നെ വേണ്ടി വരും. അതിന് ഓഗ്മെന്റഡ് അല്ലെങ്കിൽ വെർച്വൽ ബേസ്ഡ് മാർക്കറ്റിംഗ് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. പിന്നെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്റർമീഡിയറീസിനെ അങ്ങോട്ട് ഒഴിവാക്കാണ്. മാർക്കറ്റേഴ്സ് ഒരു കറക്റ്റായിട്ട് ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിലേക്ക് പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ എത്തിക്കുന്നു. അപ്പൊ അവിടെ ഒരു ഇന്ററാക്ഷൻ ഓർ ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. മാർക്കറ്റർ കൺസ്യൂമറിലേക്കും, കൺസ്യൂമേഴ്സിന് എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഡയറക്റ്റ് ആയി മാർക്കറ്ററോട് ചോദിക്കാം. അല്ലാതെ അവർക്കിടയിൽ ഇന്റർമീഡിയറീസ് ഇല്ല.
ഇപ്പോൾ നമ്മൾ ഫോണിലൂടെ ഓർഡർ ചെയ്യുന്നത്, ദെൻ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് അവരുടെ ആപ്പ് നോക്കി വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നേരിട്ടിട്ടുള്ളതാണ് നമ്മൾ ടെലിമാർക്കറ്റ്. ഇപ്പോൾ വീട്ടിലിരുന്ന് TV കണ്ടോണ്ട് നാപ്റ്റോളൊക്കെ നിങ്ങൾക്കറിയാം. പിന്നെ ഡയറക്റ്റ് നമ്മുടെ സെയിൽസ്മാൻസിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് കസ്റ്റമേഴ്സിലേക്ക് നേരിട്ടിട്ട് എത്തിച്ചേരാൻ കഴിയും. പിന്നെ അതേപോലെ കസ്റ്റമേഴ്സിൻ്റെ റെസ്പോൺസ് കളക്ട് ചെയ്ത് ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഒരു ടെക്നിക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മാളിലേക്കോ അല്ലെങ്കിൽ ഷോറൂമിലേക്കോ വരുന്ന കസ്റ്റമേഴ്സിന് നമ്മളൊരു സ്ലിപ്പ് കൊടുക്കും. അതിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചോ കമ്പനിയെ കുറിച്ചോ സർവീസിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ, അവരുടെ റെസ്പോൺസുകൾ റെക്കോർഡ് ചെയ്യാൻ പറയും. എന്നിട്ട് അവരുടെ റെസ്പോൺസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അവർക്ക് എത്ര ഡിസ്കൗണ്ട് കൊടുക്കണം എന്നുള്ള ഡിസ്കൗണ്ട് കൂപ്പണും കോഡും ഒക്കെ തീരുമാനിക്കും. ഡയറക്റ്റ് റെസ്പോൺസ് മാർക്കറ്റിങ്ങിൽ നമ്മൾ കറക്റ്റായിട്ട് നേരിട്ടിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിനോട് അവരുടെ റെസ്പോൺസ് കളക്ട് ചെയ്യുന്നു, അവരോട് ഡയറക്റ്റ് കോണ്ടാക്ട് നടത്തുന്നു. കസ്റ്റമർ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അതേപോലെ തന്നെ ഡയറക്റ്റ് മാറ്ററിങ്ങിൽ ഫ്ലോലെസ് കസ്റ്റമർ സർവീസ് ആണ്. നമ്മൾ കൃത്യമായി നേരിട്ടിട്ട് കസ്റ്റമേഴ്സിലേക്കാണ് എല്ലാ തരത്തിലുള്ള സേവനങ്ങളെക്കുറിച്ചും അതിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് ഏറ്റവും ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാൻ കഴിയും, ഇത് നമ്മൾ മാർക്കറ്റിങ്ങിൽ ഓവർവ്യൂ ഓഫ് റീറ്റെയിലിങ്ങിലൊക്കെ പഠിച്ചതാണ്. ടെലി ഷോപ്പിംഗ്, ഹോം ഷോപ്പിംഗ് ചാനൽ, കാറ്റലോഗ് മാർക്കറ്റിംഗ്, ഓൺലൈൻ ഷോപ്പിംഗ്, ഇതെല്ലാം നമ്മുടെ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഏറ്റവും സിമ്പിളാണ്. കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻ്റർമീഡിയറീസ് വരുന്നില്ല. അവർക്ക് അവരുടെ വീട്ടിൽ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ആണെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാം, ഏത് പ്രോഡക്റ്റ് വേണമെന്ന് തീരുമാനിക്കാം. പ്രോപ്പർ ഇൻ്ററാക്ഷൻ ഉണ്ട്, 2-way കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ലിമിറ്റേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ ഇത് പലപ്പോഴും അനോയിങ് ആയിട്ട്, അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഫോൺ ചെയ്ത് ഇത് വേണോ ഇത് വേണോ, പല ഫിനാൻസ് കമ്പനിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ വേണോ എന്ന് വിളിക്കുമ്പോൾ നമ്മളത് മുഴുവൻ കേൾക്കാനും കൂടെ നിൽക്കില്ല. ആ കമ്പനിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ പല കസ്റ്റമേഴ്സ് അത് കട്ട് ചെയ്യും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റെസ്പോൺസ് റേറ്റ് പലപ്പോഴും വളരെ ലോ ആയിരിക്കും. അവർക്ക് ഉള്ളിലുണ്ടെങ്കിൽ കൂടി പല കസ്റ്റമേഴ്സും അത് തുറന്ന് പറയില്ല. പിന്നെ ടെലിമാർക്കറ്റിംഗ് ഒക്കെ നമുക്ക് കുറച്ച് കോസ്റ്റ്ലി ആണ്. പിന്നെ കോമ്പറ്റീഷൻ അത്രയും സിവിയർ ആയിരിക്കും. അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ പഠിച്ചത് ഏറ്റവും റീസെൻ്റായി നമ്മൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് മാർക്കറ്റിംഗ് ടെക്നിക്സ് ആണ്. എല്ലാ മാർക്കറ്റിംഗ് ടെക്നിക്സിൻ്റെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഡിലൈറ്റഡ് കസ്റ്റമേഴ്സ് ആണ്. ഡിലൈറ്റഡ് കസ്റ്റമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ആ ഓർഗനൈസേഷൻ്റെ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ കഴിയൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിങ്ങിൻ്റെ ലാസ്റ്റ് യൂണിറ്റ്. ഫസ്റ്റ് ടു ലാസ്റ്റ് എല്ലാം നമ്മൾ മാർക്കറ്റേഴ്സിൻ്റെ ഒബ്ജക്റ്റും മോഡേൺ മാർക്കറ്റിംഗ് ട്രെൻഡുകളും മോഡേൺ മാർക്കറ്റിംഗ് ടെക്നിക്സിനെ കുറിച്ചും ഒക്കെയാണ് ഈ സബ്ജക്റ്റിൽ പഠിക്കുന്നത്.